തൃക്കടവൂർ മഹാക്ഷേത്രത്തിലെ ശിവരാജു കേരളത്തിലെ തലയെടുപ്പുള്ള ആനകളിൽ ഒന്നാണ്. പാപ്പാൻ ഉപേക്ഷിച്ചു പോയ ഈ കരിവീരൻ ക്ഷേത്ര കോമ്പൗണ്ടിൽ എല്ലാവരുടെയും ദേഹാത്ത് കഴിയുകയാണിപ്പോൾ. മതപ്പാട് കണ്ടു തുടങ്ങിയ ആന മതിയായ ചികിത്സ ലഭിക്കാതെ ക്ഷേത്രത്തിന് സമീപമുള്ള പറമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് അധികൃതരാകട്ടെ തിരിഞ്ഞു നോക്കുന്നില്ല. കേരളത്തിലെ തലയെടുപ്പുള്ള രണ്ടാമത്തെ ആനയെന്നാണ് ശിവരാജിനെ വിശേഷിപ്പിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് വൈക്കം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുപോയ ആനയെ വഴിയിൽ ഉപേക്ഷിച്ച പാപ്പാൻ ഗോപാലകൃഷ്ണൻ സ്ഥലം വിടുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഉമേനല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനപ്പുറത്തിരുന്ന പാപ്പാനെ താഴേക്കെറിഞ്ഞ് ചവിട്ടിക്കൊന്ന പേരുദോഷവും ഇവനുണ്ട്. ഇതിന്റെ ഭയപ്പാടിലാകാം ഒരുപക്ഷെ തൃശൂർ സ്വദേശിയായ ഗോപാലകൃഷ്ണൻ ശിവരാജിനെ ഉപേക്ഷിച്ചത്. ആനക്കൊട്ടിലില്ലാത്തത് മൂലം തുറസായ സ്ഥലത്താണ് ശിവരാജിനെ കെട്ടിയിട്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സഹായം മാത്രമാണ് ഇപ്പോൾ ഇവന് തുണ. ക്ഷേത്ര ഭരണസമിതിയുടെ സഹായത്താൽ ആഹാരം നൽകുന്നതും പരിചരിക്കുന്നതും അല്പം ഭയത്തോടെയാണെങ്കിലും നാട്ടുകാർ തന്നെയാണ്. ശിവരാജനോട് ദേവസ്വം ബോർഡ് അധികൃതർ കാട്ടുന്ന അവഗണനയിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇവിടെ ആനക്കൊട്ടിൽ സ്ഥാപിക്കാൻ വർഷം തോറും എസ്റ്റിമേറ്റ് എടുക്കാറുണ്ടെങ്കിലും പിന്നീട് ഇത് ദേവസ്വം ബോർഡ് പരിഗണിക്കാറില്ല. ക്ഷേത്ര ഭരണസമിതി അറിയാതെയാണ് ശിവരാജുവിനെ ദിവസം 50,000 രൂപ വാടകയ്ക്ക് ദേവസ്വം ബോർഡ് പുറത്ത് നൽകാറുള്ളത്. എന്നാൽ ഈ പണം ആനയുടെ ക്ഷേമത്തിന് ഉപയോഗിക്കാറേയില്ല. ശിവരാജുവിൻ്റെ സുരക്ഷയും സംരക്ഷണവും ദേവസ്വം ബോർഡ് അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിലവിലുള്ള നിയമങ്ങൾ പാലിച്ച് ദേവസ്വം ബോർഡ് ആനയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ ആവശ്യപ്പെട്ടു. തൃക്കടവൂർ ശിവരാജു വളരെ പ്രശസ്തമായ ആനയാണ്. പക്ഷേ 50,000 രൂപ അതിന് ഒരു ദിവസത്തെ റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആനയെ സംരക്ഷിക്കാൻ അതിനെ പറ്റിയ പാപ്പന്മാരെ നിയമിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഉപദേശ സമിതി പലതവണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു 3 മാസം പെൻഷൻ ആവാനുള്ള ഒരു ആനക്കാരനാണ് ഇപ്പോൾ ഇതിന് നിയമിച്ചിരിക്കുന്നത്. ഇതിന് സ്ഥിരമായിട്ട് നല്ല മദ്യപിക്കാത്ത ഇത് ആനയെ സൂക്ഷിക്കുന്ന ഒരു പാപ്പനെ നിയമിക്കണമെന്ന് കുറേ നാളായിട്ട് ഉപദേശ സമിതി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു നടപടിയും ദേവസ്വം ബോർഡിൽ നിന്നുണ്ടായിട്ടില്ല. ക്യാമറാമാൻ ജയമോഹൻ തമ്പിക്കൊപ്പം എം അനിൽ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.